നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നല്ലൊരു ഇഫ്താർ മീറ്റിന് നിൽക്കണം. ഇത്രയും നല്ല കിട്ടിയ സ്പോട്ടിൽ നമ്മുടെ നോമ്പ് തുറന്ന് എങ്ങനെ ഉണ്ടാവും, വെറൈറ്റി ആക്കണം. അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നല്ലൊരു ഇഫ്താർ മീറ്റിന് നിൽക്കണം. നമ്മളിപ്പോ ഉള്ളത് രാമനാട്ടിൽ എത്തിക്കണം. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് തൊപ്പിട്ടിടാൻ തുടങ്ങാം. നോമ്പാണ്, സുന്നത്തായിക്കോട്ടെ. അപ്പൊ നമ്മളെ നമ്മളെ ചെങ്ങൈമാരൊക്കെ ഇങ്ങനെ 5 ആള് വന്നിക്കണ്. നമ്മള് പോണം അങ്ങോട്ട് വെച്ചാൽ ഫാറൂഖാണ് ഇപ്പൊ പോണത്. അതിന് മുമ്പ് കോഴിക്കോട് നിന്ന് പോവാണ്ട് അല്ലറ ചില്ലറ ചെറിയ പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ ഈ വെറുതെ ഇരിക്കണോടത്തുനിന്ന് 1 മണിക്ക് പെരിന്ന് ഇറങ്ങിയതാ. ഏകദേശം 3 മണിയായി രാമനാട്ടിൽ എത്തിക്കണം. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ്, കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. നമ്മളിപ്പം പോന്നിക്കണ ആരൊക്കെ വെച്ചാല് നമ്മളെ നോമ്പ് 30 നോക്കുന്ന ഫാസിലുണ്ട്, സനൂപ് ഉണ്ട്, ഇതാണ് നമ്മൾ ഇജാസ് ചക്രാണ് നമുക്ക് വീഡിയോ എടുത്തിരുന്നത് ക്യാമറമാനൻ. പിന്നെ നമ്മളെ യൂസുഫ് അലി ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോ ഫറോക്ക് പാലത്തിന്റെ മേലെ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോണത്. ഇപ്പൊ എല്ലാവർക്കും അറിയണ തന്നെയാണ്, നമ്മള് കോഴിക്കോട് പോയി നമുക്ക് 1-2 പരിപാടികൾ, അത്യാവശ്യ പരിപാടികളുണ്ട്. അതിനൊക്കെ തീർത്ത് നമ്മളിപ്പോ നോമ്പ് തുറക്കാനും വേണ്ടാണ്ട് ഇപ്പൊ നേരെ അങ്ങോട്ട് പോയോണ്ടിരിക്കാണ്. ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് 24 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ലൊക്കേഷൻ. ഏകദേശം നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, പരപ്പനങ്ങാടിക്ക് അടുത്തായിട്ടാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന നേരെ ബീച്ചാണ്. ഏകദേശം ഒരു ഇടുങ്ങിയ റോഡാണ്, കഷ്ടിച്ചൊരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇടുങ്ങിയ റോഡിലാണ് നമ്മൾ ലൊക്കേഷൻ ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയതാ. ഈ മുന്നിൽ കാണുന്ന ഈ സ്പോട്ട് തന്നെയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സ്ഥലം. നമ്മൾ ഒരു 1/2 മണിക്കൂർ മുന്നേ എത്തിക്കണം. ബാങ്ക് കൊടുക്കാൻ ഇനി 1/2 മണിക്കൂറുണ്ട്. കിഡില സ്പോട്ട്, എന്താ വ്യൂ. നമ്മള് നോമ്പ് തുറക്കാൻ സ്ഥലത്ത് എന്താ നമ്മളെ ബാക്ക് കാണുന്നതാണ് നമ്മുടെ സ്പോട്ട്. പക്ഷെ നമ്മളെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അങ്ങോട്ട് നോക്കാം. ഇത്രയും നല്ല കിട്ടിയ സ്പോട്ടിൽ നമ്മുടെ നോമ്പ് തുറന്ന് എങ്ങനെ ഉണ്ടാവും, വെറൈറ്റി ആക്കണം. ബാക്കി പരിപാടികളാണ്. അങ്ങനെ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ സീറ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മൾ ഈ ഒറ്റ മൈൻഡിൽ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ സീറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന മെമ്പേഴ്സിനാണ് ഇവിടെ മുൻഗണന. നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് തന്നെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടി കണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിന്ന് കയറി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവും അത് വേറൊരു ലോകമാണ്. അത്യാവശ്യം ഒരു 50-60 പേർക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ സീറ്റിംഗ് ഉണ്ട്. നമുക്കൊരു വലിയൊരു ഇവന്റ് പരിപാടി, കല്യാണമൊക്കെ നടത്താൻ പറ്റുന്ന അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, വെറൈറ്റി പരിപാടികളാണ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാണ്. അത് നമ്മളെ ബീച്ച് വരുന്ന നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. കുറച്ച് സീറ്റിംഗ് അവിടെയും ബാക്കി കുറച്ച് സീറ്റിംഗ് ഇവിടെ കഴിക്കേണ്ട വരുന്നത്. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, ഉഷാറ്.
സോറി. എല്ലാവരും നമുക്ക് എഴുതിക്കണ്ടെന്ന് നമ്മളങ്ങനെ നദിമ എഴുതിക്കണാണ്. കണ്ട ഗൈസ്, എല്ലാവരും കപ്പിൾസും ഫാമിലീസും എല്ലാവരും ഉണ്ട് ഇവിടെ. കിടിലം പരിപാടി പറഞ്ഞാൽ കിടിലം പരിപാടി. ഇത് കടല്, ഇവിടെ നോമ്പ് തുറ. അത്ര അടുത്തിരുന്നിട്ട പരിപാടി. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് എല്ലാവരും. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ മാറി നിന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. കണ്ടില്ലേ, ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പോൾ കൂടെ ഒരാൾ മീൻ പിടിക്കണം. കാറ്റടിക്കണോണ്ടോ വോയിസ് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ അതിന് 1-2 മിനിറ്റുകൾ ബാക്കി. അപ്പം നമ്മളങ്ങനെ കൈയൊക്കെ കഴുകി ഇരിക്കാൻ പോവാണ്. ബാങ്ക് കൊടുത്തു തിന്നോ കുഴപ്പമൊന്നുമില്ല. എൻ്റെ എന്താ നോമ്പിച്ചിട്ടിക്കോളൂ. അങ്ങനെ നോമ്പ് തുറക്ക് കഴിഞ്ഞ് ഇതെല്ലാവരും ഫുഡായി കാണുന്നുണ്ട്. 2 സൈഡിലും ഇവിടെ നല്ല തീറ്റാണ്. ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് വരാറ് പോയതാണ്. ഇവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം. എന്താ പാട്? ഇതൊക്കെ തിന്നത് സാറാ. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞതാ. ചെക്കന്മാരുടെ ഫുൾ പാട്ടാടലാണ്, ഫുൾ പരിപാടി. അപ്പം നമ്മളെ നോമ്പ് തുറ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഏകദേശം ആൾക്കാരൊക്കെ പോയി. നമ്മളിങ്ങനെ 4 ആൾക്കാർ ഇവിടെ ഇങ്ങനെ കണ്ടോ ഊനാലൊക്കെ ആടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ഊനാലല്ല, തൊട്ടിയിലാടിയിട്ട് തുന്ന കിക്കിലാണ് നിൽക്കണേ. അവിടെ ഒരാൾ വേറെ ഫോണിലാണ്. പിന്നെ എന്താ നമ്മളെ ക്യാമറ എടുക്കണ ഓനെ കാട്ടിയില്ലാന്ന് ഇനി പറയണ്ട. കണ്ടില്ലേ, ഇവരാണ് നമ്മൾ ക്യാമറ ഒക്കെ എടുക്കണത്. അപ്പം പിന്നെ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ പൊളിച്ചടുക്കി നിർത്തണം.